ചോദിച്ചു പറയാം അല്ലേ? ഉറപ്പായിട്ടും. ഇനിയിപ്പോ ഞങ്ങളുടെ പിള്ളേരുടെ ഇന്ത്യ ബുക്ക് റെക്കോർഡും തകർത്തേക്കരുത് കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാൻ. അവർ ഞങ്ങളിപ്പോ കഞ്ഞി കുടിച്ച് പോകട്ടെ. എല്ലാ അച്ഛനമ്മമാരും സൈക്കോളജിസ്റ്റ് അല്ലല്ലോ. അല്ല, അതാണ് സൈക്കാട്രിസ്റ്റും അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മൊത്തത്തിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് എന്ന് പറയാം കണക്കിനെ പേടിക്കുന്നവരാണ്. ഒരു വലിയ ശതമാനം പറയുന്ന അവന് കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, ഇഷ്ടമില്ല, ചെയ്യില്ല, ടേബിൾ അറിയില്ല, പിന്നെ സില്ലി മിസ്റ്റേക്സ് വരുത്തുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നന്നായിട്ടെല്ലാം കേട്ടിരിക്കുന്നുണ്ട്, പക്ഷേ ചോദിച്ചൊന്നും പറയില്ല. ഡിസംബർ 27 ദിവസമാണെന്ന് അറിയണം. അപ്പം ഡിസംബർ കണ്ടുപിടിക്കാം. 6 20 6 കുറച്ചാല് 14, 14നെ 2 പ്രാവശ്യം കൊണ്ട് ഗുണിച്ചാൽ 0. അപ്പൊ അത് ഞായറാഴ്ച ആണ്. ചോദിച്ചു നോക്കിയോ? ശരിയല്ലേ? അത്രേ ഉള്ളൂ. മാർച്ച് 5 ഏത് ഡേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മാർച്ച് 5. അതിനകത്ത് ആങ്കർ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1 സൺഡേ ആണ്. ഈ സൺഡേയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട 5ൽ നിന്ന് 4 കുറച്ചു. 5ൽ നിന്ന് 1 കുറച്ചു. ആങ്കർ ഡേറ്റ് 1 അല്ലേ? 1 ആണല്ലേ? ഞാൻ മറ്റേ 1 കുറച്ചു. 1 കുറച്ചപ്പോ 4 കിട്ടി. 4 ആണെങ്കിൽ ഒബിയസ്ലി വ്യാഴാഴ്ച. ചോദിച്ചു നോക്കൂ സാറേ. നമ്മളിപ്പം ടിയനെ പരിചയപ്പെട്ടു. ഇപ്പം ആ കുട്ടിയുടെ പേരൻസ് എനിക്ക് തോന്നുന്നു അവരെ ഇഷ്ടമുള്ള രീതിയിൽ, അതായത് കുട്ടിയുടെ ഇതിലായിരിക്കും പഠിപ്പിച്ചത്. പല സ്ഥലങ്ങളിലും പേരൻസ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും പിള്ളേർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് മറ്റേ സ്റ്റാറ്റസ് പോലെ ഇത് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കുട്ടികളുടെ എബിലിറ്റി നോക്കാറില്ല. സാറിൻ്റെ അടുത്ത് വരുന്ന പേരൻസ് ഒക്കെ എങ്ങനെയായിരിക്കാം? അല്ലെങ്കിൽ മൊത്തത്തിൽ സാർ അനലൈസ് ചെയ്തൊരു പേരൻസ് ഉണ്ടായിരിക്കുമല്ലോ. മൊത്തത്തിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് എന്ന് പറഞ്ഞാൽ കണക്കിനെ പേടിക്കുന്നവരാണ്. ഒരു വലിയ ശതമാനം പറയുന്ന അവന് കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, ഇഷ്ടമില്ല, ചെയ്യില്ല, ടേബിൾ അറിയില്ല, പിന്നെ സില്ലി മിസ്റ്റേക്സ് വരുത്തുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നന്നായിട്ടെല്ലാം കേട്ടിരിക്കുന്നുണ്ട്, പക്ഷേ ചോദിച്ചൊന്നും പറയില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളും എല്ലാ അച്ഛനമ്മമാരും സൈക്കോളജിസ്റ്റ് അല്ലല്ലോ. അല്ല, അതാണ് സൈക്കാട്രിസ്റ്റും അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കുട്ടികളിൽ തന്നെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന രീതി നമുക്ക് പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു പരിധി വരെ അത് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു പഠന പ്രശ്നങ്ങൾ. ഇപ്പം ചില കുട്ടികൾ കേട്ടാൽ പഠിക്കുന്നവരാണ്. അവരിങ്ങനെ ഇരിക്കും, കേട്ടിങ്ങനെ ഇരിക്കും, ഒന്നും ബോർഡിലൊന്നും എഴുതി കാണിക്കണ്ട. അവരെ നമ്മൾ ഓഡിറ്ററി ലേണേഴ്സ് എന്നാണ് വിളിക്കണേ. അവർ കേട്ട് പഠിച്ചോളും, അവർക്ക് എന്ത് കേട്ടാലും അവർ പഠിച്ചോളും. ഇനി മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ കേട്ടാലൊന്നും മനസ്സിലാവില്ല, അവർക്ക് കാണണം. അവർക്ക് ബോർഡിലെങ്കിലും അത് ചോക്ക് പീസൊക്കെ വെച്ച് എഴുതി ഇങ്ങനെ കണ്ട് അത് നോക്കിയിരുന്നാലേ പറ്റുള്ളൂ. അത് വിഷ്വൽ ലേണേഴ്സാണ്. ഇനി ഇത് കേട്ടാലും പഠിക്കില്ല, കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. അവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ട് ക്ലാസ്സിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ പഠിക്കും, നമ്മൾ നല്ല സ്ട്രിക്റ്റ് ടീച്ചറാണെങ്കിൽ അവനിങ്ങനെ അടങ്ങിയിരിക്കും. പക്ഷെ അവൻ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഇട്ട് അടിക്കാൻ തുടങ്ങും, ഓറത്ത് അടങ്ങിയിരിക്കില്ല, അല്ലെ കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ. ഇത് ഒരു കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈലാണത്. അവരെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അവരുടെ രീതിയിലേക്ക് ചെന്നിട്ട് അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിലൂടെ അവരെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും നമ്മൾ സ്കൂളിലോ അല്ല നമ്മുടെ ടീച്ചേഴ്സോ അതൊന്നും അപ്ലൈ ചെയ്തുകൊണ്ടല്ല പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പഠിപ്പ് ഉണ്ടെങ്കിൽ 100% കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലേണിംഗ് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആകെ പഠിപ്പിക്കുന്നത് ചോക്ക് പീസും വൈറ്റ് ബോർഡ് വെച്ച് പഠിപ്പിക്കുമ്പോൾ കേട്ടാൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ്. ബാക്കി കണ്ടാൽ പഠിക്കുന്ന വിഷ്വൽ ലേണേഴ്സ് ഒരു വലിയ ശതമാനമുണ്ട്. അവരെ എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കൈനസ്റ്റിക് ലേണേഴ്സ് കുറച്ചുണ്ട്, അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു കഥ പറയാൻ അച്ഛനമ്മമാർക്ക് കഥയൊക്കെ പറയാൻ വലിയ ഇഷ്ടമായിരിക്കും. അവരിത് കഥ പറയുമ്പോൾ ഈ കുട്ടി കേട്ടിരിക്കുന്നില്ലെങ്കിൽ ഉടനെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകും, നിനക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അത് കുട്ടിയുടെ നേച്ചർ അതാണ്. ഇപ്പം നമുക്കാണുള്ള ചില കാര്യങ്ങൾ നമുക്ക് കേട്ടിരുന്ന് പറ്റും, ചിലത് നമുക്ക് വീഡിയോ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ ആ ലേണിംഗ് സ്റ്റൈലിനെ റെസ്പെക്റ്റ് ചെയ്യാതെ പഠിപ്പിക്കുന്നത് ഒരു വലിയ ഘടകമാണ്. ഇനി രണ്ടാമെന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ സ്കില്ലുണ്ട്. സ്കില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്സ് മനസ്സിലാക്കാനുള്ള ലെവൽ അവരുടെ ജനറ്റിക്കലി കിട്ടിയേക്കുന്ന ആ ലെവലുണ്ട്. ആ മാത്സ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുട്ടിയുടെ IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് IQ ഒരു പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെയാണ് 80 ഒക്കെയാണ്. 80ൽ തുടങ്ങുന്ന നല്ല IQ. ഈ IQ ലെവൽ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. IQ ലെവൽ ഇപ്പോൾ നല്ല ഒരുവിധമുള്ള ആവറേജ് കുട്ടി 100, 120, 80 ഒക്കെ ഇടയ്ക്കാണ് വരുന്നത്. 80ക്ക് താഴെ ഒരു IQ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അവരെ നമ്മൾ ആ കാര്യം നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വരുന്ന കുട്ടികളെ മൊത്തത്തിൽ
കുട്ടികളുടെ പ്രശ്നങ്ങളൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ ആ സബ്ജക്റ്റിനോട് വിരക്തി ഉണ്ടാകും. എനിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് പേടിയുണ്ട് കേട്ടോ, കെമിസ്ട്രി, പിന്നെ ഇംഗ്ലീഷ് എനിക്കൊരു പേടി തട്ടിയൊരു അതാണ് കെമിസ്ട്രി. പക്ഷെ എനിക്കത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ മാത്സ് അങ്ങനെയല്ല സാർ എന്നുള്ള ഞാൻ ട്രിക്ക്, നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ ട്രിക്ക് ഒരു തവണ പറഞ്ഞാൽ മതി, ഞാൻ കുറച്ച് പറഞ്ഞില്ലേ മനസ്സിലാവും, ഉടായ പോലെ പെട്ടെന്ന് വേറെ രീതിയിൽ ചിന്തിക്കും. ഇപ്പൊ സാർ അവർക്ക് നമ്മൾ ട്രയലിൽ പറഞ്ഞ 1-2 സാധനങ്ങൾ എന്റെ മനസ്സിൽ കയറി, അത് എനിക്ക് മരിച്ചാലും മായത്തില്ല. എനിക്കൊരു സത്യം പറഞ്ഞാൽ ലേണിങ്, ഇപ്പൊ സാർ പറഞ്ഞില്ലേ കേട്ടാൽ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ക്ലാസ്സിൽ വെച്ചിട്ട് എന്നെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ ക്ലാസ്സിൽ വന്ന അലമ്പായിരിക്കും പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ ജയിച്ചിരിക്കും. കാരണം ഞാൻ ഒരു ചെവി ഇവിടെ, ഒരു ചെവി ഞാൻ എപ്പോഴും വെളിയിലുമായിരിക്കും കൊടുക്കുന്നത്. ലേണിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അതിനുവേണ്ടി സാർ ഇപ്പൊ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു എന്നെ 1 വർഷത്തെ കലണ്ടർ സിമ്പിളായിട്ട് പഠിപ്പിക്കാം. ഇപ്പം ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു, ഞാൻ കേട്ടാൽ ഭയങ്കരമായിട്ട് പഠിക്കും എന്നൊക്കെ തള്ളി പറിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയാലോ? ഓക്കെ, നമുക്കൊരു കലണ്ടർ ഉണ്ടോ അവിടെ? ഓക്കെ, ഞാനൊരു കലണ്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് 2026 കലണ്ടർ എങ്ങനെ പഠിക്കും? ഒരു മാസം നമുക്ക് ആദ്യം പഠിക്കാം. ആ റൂള് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കലണ്ടേഴ്സിനും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു ആങ്കർ ഡേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആങ്കർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡേ ഉണ്ടാകും അതിനകത്ത്. നമുക്ക് ആദ്യത്തെ സൺഡേ എടുക്കാം, ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം, ഒരു സൺഡേ എടുക്കാം. നമ്മൾ ആങ്കർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്പെസിഫിക് ഡേറ്റ്, അത് ഏത് ഡേറ്റ് വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മളിവിടെ നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ സൺഡേ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് മാസമാണ് ഇപ്പം ശരണ്യ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇതിപ്പം ജൂണിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡേറ്റ് ഉണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, ജൂൺ 15 ആയിക്കോട്ടെ. അപ്പോൾ ജൂൺ 15 ഏത് ദിവസമാണ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ എടുത്തേക്കുന്ന ഡേറ്റ് ഏതാണ്? റെഫറൻസ് ഡേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് 4 അല്ലേ? ഞായറാഴ്ച എന്ന് പറഞ്ഞ ഡേറ്റ് എത്രയാണ്? 4. ഡേറ്റ് 4. അപ്പം നമുക്ക് 2 കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അതായത് ജാനുവരി ഇപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ആ മാസം മുഴുവൻ നമുക്ക് പറയണം. നമ്മൾ ആദ്യം ആ ഞായറാഴ്ച എടുക്കുന്നു, 4 ആണ്. പിന്നെ 15 ആണ് ഒരാൾ നമ്മളോട് ചോദിക്കുന്നത്. ജാനുവരി 15 ഏത് ദിവസമാണെന്ന് ചോദിക്കുകയാണ്. ജനുവരി 15 ഏത് ദിവസമാണ് ഞാൻ പറയാം. ഇപ്പം നമുക്ക് കേട്ട് നോക്കാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ആ 15-ൽ നിന്ന് 4 കുറയ്ക്കുക, എത്രയാ വന്നേക്കുന്നത്? 11 അല്ലേ? അപ്പോൾ അതിൽ 7 ദിവസം ഒരാഴ്ചയാണോ? അതെ. റിമൈൻഡർ എത്രയാണ്? 7 കഴിഞ്ഞാൽ എത്ര ദിവസമുണ്ട്? 4 ദിവസമുണ്ട്. 4 ദിവസമല്ലായിരുന്നു? 1, 8, 9, 10, 14 ദിവസം. 4 എന്ന് പറഞ്ഞ ഒരാഴ്ചയിലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആയിരിക്കും. നമുക്കൊന്നുകൂടെ അത് ക്ലീൻ ആക്കി പറയാം. അതായത് നമുക്കൊരു മാസത്തെ ഡേറ്റ് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആങ്കർ ഡേറ്റ് കണ്ടെത്തണം. ഈ ആങ്കർ ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഞായറാഴ്ച എടുക്കുക. ഈ ഞായറാഴ്ച എടുത്തതിന് ശേഷം നമുക്ക് കണ്ടെത്തേണ്ട ആ ഡേറ്റ് അതെത്രയാണ്? 15 ഒരാൾ ചോദിച്ചു, ജനുവരി 21-ന്ന് എത്രയാണ് ആങ്കർ ഡേറ്റ്? 4. 21-ന്ന് 4 കുറച്ച് 17. അപ്പം നമുക്ക് 7 ആദ്യത്തെ ഞായറാഴ്ചയാണ്, 14 രണ്ടാമത് ഞായറാഴ്ചയാണ്. ഇപ്പോൾ 17 എന്ന് പറയുമ്പോൾ എത്ര വരും? തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇനി 17, 21 ദിവസം എത്ര ദിവസമുണ്ട്? 17 തൊട്ട് 21 വരെ എത്ര ദിവസമുണ്ട്? 17 നമുക്ക് കിട്ടി. അതായത് നമ്മൾ പറഞ്ഞ എത്രയായിരുന്നു നമ്മുടെ ഡേറ്റ്? 21. 21-ന്ന് 17 കുറച്ചു, അല്ല 21-ന്ന് 4 കുറച്ചു. 4 കുറച്ചപ്പോൾ എത്രയാണ്? 17. ആ 17 എന്ന നമ്പറാണ് നമുക്ക് വേണ്ടത്. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 17 അപ്പൊ നമുക്ക് എത്ര കിട്ടി? 14. ബാക്കി റിമൈൻഡർ മാത്രം മതി നമുക്ക്. 3 ദിവസം. 3 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസമാണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണെന്ന് നോക്കിയേ. അതെ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഞാൻ ശരണ്യെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, സാറ് പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആങ്കർ ഡേറ്റ് ഫിക്സ് ചെയ്തു. നമ്മൾ ഇതിനകത്ത് ആങ്കർ ഡേറ്റ്സ് 2026 നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 4 ജനുവരിക്ക് 4 നമ്മൾ അസൈൻ ചെയ്തു. അതൊരു സൺഡേ ആണ്, ഫസ്റ്റ് സൺഡേ ആണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ജനുവരി 21. ജനുവരി 21 ഏത് ദിവസം എന്നായിരുന്നു? അതിനുവേണ്ടി സാർ എന്നോട് പറഞ്ഞു ഈ 4 നമ്മൾ ചെയ്ത ഡേറ്റിൽ നിന്ന് 21-ന്ന് 4 കുറയ്ക്കാം. അപ്പൊ 17 ആയി. ഈ 17
17 ആഴ്ച, അതായത് ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളത്. ആ 7 ദിവസം കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു അല്ലേ? ഹരിച്ചപ്പോ 2 കിട്ടി. 2 കിട്ടി, മിച്ചം 3. ശിഷ്ടം എത്രയുണ്ട്? 3. ശിഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ? ശിഷ്ടമല്ല, മിച്ചം എത്ര? അതായത് 14, 3 ദിവസം. അപ്പൊ 3 ആണെങ്കിൽ തിങ്കൾ, 1 ആണെങ്കിൽ തിങ്കൾ, 2 ആണെങ്കിൽ ചൊവ്വ, 3 ആണെങ്കിൽ ബുധൻ. നമുക്ക് വേറെ ദിവസം എടുത്ത് പരിശോധിക്കാം. ഓക്കെ, അത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കാം. എന്റെ ക്യാമറമാൻ്റെ കയ്യിലാണ് എന്റെ കാർഡ്, എന്റെ കലണ്ടർ ഇരിക്കുന്നത്. ഓക്കെ, മാർച്ച് 5. മാർച്ച് 5. മാർച്ച് 5 ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? അപ്പം എന്തറിയണം? മാർച്ചിന്റെ സൺഡേ നമുക്കറിയണം. മാർച്ചിന്റെ സൺഡേ എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതൊക്കെ നമുക്ക് ഓരോ വർഷത്തെ, ആ ഒരു വർഷത്തെ എത്ര ദിവസമുണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഒരു വർഷം? 12 നമ്പേഴ്സ് എല്ലാം ഉണ്ടാവുള്ളൂ. ആ 12 നമ്പേഴ്സ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ 12 നമ്പേഴ്സിന്റെ സൺഡേസ് ഓർത്തിരിക്കണം. അതേ 12 മാസത്തിന്റെയും സൺഡേസ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഉദാഹരണത്തിന് ജാനുവരി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫെബ്രുവരി. മാർച്ച് 1 ആണ്. ഇനി ഏപ്രിൽ 5 ആണ്. അങ്ങനെ ആദ്യത്തെ ആ കലണ്ടർ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ വർഷത്തെ സൺഡേസ് കാണാതെ പഠിക്കുക. സൺഡേസ് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഈ സാറ് പറഞ്ഞത് മാർച്ച് 5 ഏത് ഡേറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മാർച്ച് 5. അതിനകത്ത് ആങ്കർ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1 സൺഡേ ആണ്. ഈ സൺഡേയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട 5 നിന്ന് 4 കുറച്ചു. 5 നിന്ന് 1 കുറച്ചു. ആങ്കർ ഡേറ്റ് 1 അല്ലേ? 1 ആണല്ലേ? ഞാൻ മറ്റേ 1 കുറച്ചു. 1 കുറച്ചപ്പോ 4 കിട്ടി. 4 ആണെങ്കിൽ ഒബിയസ്ലി വ്യാഴാഴ്ച. ചോദിച്ചു നോക്കൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് പഠിക്കേണ്ടത് ആങ്കർ ഡേറ്റ് ആണ്. അതായത് സൺഡേസ്. ഇനിയും ചോദിക്കട്ടെ ചേട്ടാ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡിസംബർ. അല്ല, അതിന് മുന്നേ സാറിനോട് ആങ്കർ ഡേറ്റ് കൂടെ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു. ഈ എനിക്ക് ഇപ്പൊ ഇതുവരെ ഓർമ്മയുണ്ട്. ജനുവരി 4, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 5. ഇനി മെയ്. നമുക്ക് പറയാം. മെയ്യില് ഒരു വലിയ ഡേറ്റ് എടുക്കാം, കുറച്ച് വലുതായിട്ടുള്ള എളുപ്പത്തിന്. ഡിസംബർ എടുക്കാം. ഡിസംബറിന്റെ ആദ്യത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് 6 ആണ്. ഡിസംബർ 6 ആണ് ആങ്കർ ഡേറ്റ്. അപ്പോൾ ആ ഡിസംബർ 6, ഡിസംബർ നമുക്ക് 20 എടുക്കാം. ഡിസംബർ 20 വേണം. ഡിസംബർ 20 ഏത് ദിവസമാണെന്ന് അറിയണം. അപ്പം ഡിസംബർ ഞാൻ കണ്ടുപിടിക്കാം. 6 ആണ്. 20 നിന്ന് 6 കുറച്ചാല് 14. 14നെ 2 പ്രാവശ്യം കൊണ്ട് ഗുണിച്ചാൽ 0. അപ്പൊ അത് ഞായറാഴ്ച തന്നെ. ഞായറാഴ്ച തന്നെയാണ്. ചോദിച്ചു നോക്കിയോ? ശരിയല്ലേ? ഇത്ര സംഭവം. പക്ഷെ അത് 10 വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും ലിറ്ററലി അത് ഞാൻ കുട്ടികളുടെ ആദ്യത്തെ സ്റ്റേജിൽ കൊടുക്കുന്ന മെത്തേഡാണ്. അത് അവർക്ക് നല്ല മെമ്മറി ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് കുറച്ച് നമ്മുടെ വർഷം ഒരു 1-2 വർഷം നമ്മുടെ കയ്യിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമേ അത് പഠിപ്പിക്കാൻ പറ്റും. സാറേ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി. മെയ്യിലെ ആങ്കർ ഡേറ്റ് ഏതാ? മെയ് 3 ആണ്. മെയ് 3. അതുപോലെ തന്നെ നമുക്ക് മെയിൽ ഏത് ദിവസമാണ് വേണ്ടത്? അല്ല, ജൂൺ പറ. ജൂൺ, ജനുവരി ഒന്നുകൂടെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ പറയാം. ജനുവരി 4, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 5, മെയ് 3. മെയ് 3. മെയ്. ജൂൺ 7 ആണ്. ജൂൺ 7. ഓക്കെ. ജൂലൈ 5 ആണ്. നോക്കിക്കോളൂ. ജൂലൈ 5 ആണ്. ജൂലൈ. ഓഗസ്റ്റ് 2 ആണ് അല്ലേ? സെപ്റ്റംബർ 6 ആണ്. 7, 5, 2, 6. 7, 5, 2, 6. ഓക്കെ. സെപ്റ്റംബർ. ഒക്ടോബർ 4 ആണ് അല്ലേ? ഒക്ടോബർ 4 ആണ്. 4 നിൽക്കട്ടെ. 7, 5, 2, 4, 5. ഇനി ഒക്ടോബർ. നവംബർ എത്രയാണ്? 1 ആണ് അല്ലേ? ഡിസംബർ 6 ആണ്. ഡിസംബർ 6 ആണ്. നവംബർ 1 ആണ്. നവംബർ 1. ഓക്കെ, എനിക്ക് ഉറപ്പില്ല, ഞാനതൊന്ന് പറഞ്ഞു നോക്കാം. ശരിയാണെന്ന് നോക്കണേ. അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്യാവേ. 4, 1, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 5, മെയ് 3. പിന്നത്തേത് ജൂൺ 7, ജൂലൈ 5, ഓഗസ്റ്റ് 2, സെപ്റ്റംബർ
5ആണോ 6 സെപ്റ്റംബർ 6 ഒക്ടോബർ 4 നവംബർ 1 ഡിസംബർ 6. ഇനി സാറൊന്ന് ചോദിക്കും, ഞാനൊന്ന് ചോദിച്ചു പറയാം അല്ലേ? ഇനിയിപ്പോ ഞങ്ങളുടെ പിള്ളേർ ഇന്ത്യ ബുക്ക് റെക്കോർഡ് ഒന്ന് തകർത്തേക്കരുത് കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാൻ. അവർ ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകട്ടെ. അത്രയും പാടുള്ള ഒരു വിഷയം ഞാനും ഓർത്തിരിക്കുക. നമ്മളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചാൽ ആർക്കും പറ്റുമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. താല്പര്യം വേണം, താല്പര്യം വേണം, താല്പര്യം ഉണ്ടാവും. ഓക്കെ, സാറൊന്ന് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂൺ 14 ദിവസമാണ്. ജൂൺ 14 അല്ലേ? ജൂൺ 14 7. അപ്പൊ 7 സൺഡേ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ ആരാണെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രായം ഇവിടെ ഒരു എലമെന്റ് ആണോ? അല്ലല്ല, പ്രായ എലമെന്റ് അല്ല. നമുക്ക് ഇൻട്രസ്റ്റ്. ഇനിയിപ്പോ ഞാനിപ്പോ ഒരു ക്ലാസ്സിൽ ഇത്രയും കുട്ടികളെല്ലാം പഠിപ്പിച്ചു, എല്ലാവരും വാ എന്ന് വെക്കും. അത് സമയത്ത് പോയി വർക്ക് ചെയ്യുന്ന 2 കുട്ടികളായിരിക്കും. തീർച്ചയായും സാർ ആ പറഞ്ഞതാണ് വലിയ കാര്യം. വർക്ക് ചെയ്യുന്നവർ ഏറ്റവും കുറവായിരിക്കും. അതായത് ഇതിനോട് ഇപ്പൊ ഞാൻ തന്നെ എനിക്കിത് കഴിഞ്ഞാൽ ഇതെനിക്ക് എനിക്കിത് വേണ്ട, പക്ഷേ ഇതെനിക്ക് എന്റെ മൈൻഡിൽ കിടക്കും. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് ഓർത്തെടുക്കും. കാരണം ഞാൻ സാറിനോട് പറഞ്ഞില്ല, എനിക്കൊരു വർഷത്തെ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കിത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ 4/1/5 ജനുവരി 4 ഫെബ്രുവരി 1 മാർച്ച് 1 ഏപ്രിൽ 5 പിന്നെ 3 മെയ് 3 പിന്നെ 7 5 2 6 സെപ്റ്റംബർ 6 പിന്നെ ഒക്ടോബർ 4 പിന്നെ 1 6. ഇത് ഞാനിത് കുഞ്ഞു നിമിഷം കൊണ്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ഇനി അതല്ല, ഇപ്പൊ ഇത് പഠിക്കാൻ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഇത് ഏതൊരാൾക്ക് ഇപ്പൊ ഈ വർഷത്തെ നമ്മൾ പഠിപ്പിച്ചു, അടുത്ത വർഷം ഞാൻ ഒരു ലിറ്ററലി ഒരു ഫാക്ട് പറയാം. നമുക്കൊരു 16 വർഷത്തെ കലണ്ടറൊക്കെ പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടതാണ്. റിയൽ ലൈഫിൽ ആവശ്യം വരുന്ന 1 വർഷത്തെ കലണ്ടറാണ്. അടുത്ത വർഷം നമ്മൾ ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ 1 വർഷത്തെ കാലണ്ടർ അത് പഠിച്ചിരിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തോ ഒരു PSC ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ മതിയാണ്. ഈ കലണ്ടർ ഇതാണ് കലണ്ടർ എന്ന് മാത്രമല്ല, എന്തെല്ലാം ഗണിതത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. എനിക്ക് കുട്ടികളെ കുറേ കലണ്ടർ പഠിപ്പിക്കാൻ എനിക്ക് രസമാണ്, എനിക്കൊരു ഹരമാണ്. കാരണം അത് റിയൽ ലൈഫ് വാല്യൂ ഉണ്ട്, റിയൽ മാത്താണ്. മാത്സ് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇപ്പം നമ്മൾ കാണിച്ചു കൊടുത്ത്. ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഡൈസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡൈസ് എല്ലാവരും കാണുന്നവരുണ്ട്. ആ ഡൈസിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു 10 ഡൈസ് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഇതിനകത്ത് കാണാതിരിക്കുന്ന വശങ്ങൾ ഏതൊക്കെയാണ് കൂട്ടി പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അത് ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ സീക്രട്ട് പുറത്ത് പറയാതെ ചെയ്യുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷെ അതിന്റെ സീക്രട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. എന്നെ 1 വർഷത്തെ കലണ്ടർ ഇപ്പൊ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഇത് കലണ്ടർ മാത്രമല്ലാണ്ട് നമ്മൾ ആദ്യമേ തന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു 2 കുട്ടികളെ തന്നാൽ ശരണ്യനെ ലൈവായിട്ട് പെർഫോം ചെയ്യിക്കാം. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവള് കൂടെ അവളുടെ കൂട്ടുകാരനും പയ്യനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെയും കൂടെ ഒന്ന് വിളിച്ചാലോ? സാർ ലൈവായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ എന്നെ പഠിപ്പിച്ചില്ല അത് പിള്ളേർ, അത് കൂടെ അവർ ഇച്ചിരി കൂടെ തെളിച്ചോണ്ട്. ഞാനൊക്കെ കണക്കും കുത്തും വിട്ടിട്ട് കണക്കിന്റെ കണക്കല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലില്ലാത്ത ഞാൻ വരെ ഇത്രയും പറയാൻ പറ്റും. പിള്ളേർക്ക് അതൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഞാൻ വിളിക്കട്ടെ അവരെ. വാ സുരേ, ഇതാണ് എന്റെ ചേച്ചിയുടെ പിള്ളേര്. ഒരാള് ഇതൽ കവിത, പൃഥ്വി അല്ലെ? ഇവരെ ഫ്ലാറ്റ്മേറ്റ്സ് ആണ്. ഭയങ്കര ജഗജില്ലകളാണ് കേട്ടോ. കേന്ദ്രീയ വിദ്യാലയത്തിലല്ലേ? പറ എത്രയില്ല പഠിക്കുന്നതൊക്കെ സാറിനോട് പറഞ്ഞു കൊടുക്ക്. ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? 5ല് പഠിക്കുന്നു. മോനോ? ഞാൻ 4ല്. ഓക്കെ. അപ്പം സാറ് പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിലാണല്ലോ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ചേച്ചിയും കൊച്ചും മാത്രമല്ല, എനിക്ക് കുരുതി കൊടുക്കാൻ. വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരാളും കൂടെ ഉണ്ടെങ്കിൽ രസമാണല്ലോ, 2 കുട്ടികളുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ സാറിന് ഇവരെ കൊണ്ട് ചെയ്യാം? നമുക്ക് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കാണാതെ പഠിപ്പിക്കരുത്. കാരണം ഇപ്പൊ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഐഡിയയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അത് ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. അത് ചില കുട്ടികൾ അങ്ങനെ ഇൻബോൺ ജീനിയസ് ഒക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ ആവറേജ് വരുന്ന ഒരു 90-80% കുട്ടികൾക്കും ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓർത്തിരിക്കാനുള്ള സ്കില്ല് അതൊക്കെ
അവരധികം ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് അവരുടെ ഈ കോഗ്നിറ്റീവ് ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടേബിൾസ് ഒക്കെ പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾക്ക് ആ സബ്ജക്റ്റിനോട് വെറുപ്പുണ്ടാവും. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പരമാവധി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് ഞാൻ പല പല സ്ട്രാറ്റജീസ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും കുട്ടികളോട് മൾട്ടിപ്ലൈ, ഇപ്പോൾ 2ൻ്റെ ഉദാഹരണത്തിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന വേദിക് മാത്സ് അല്ല, അബാക്കസ് അല്ല. എനിക്കൊരു 30 years എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ അതിനെ വേണ്ട രീതിയിൽ ക്രോഡീകരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന കുട്ടികളെ ടേബിൾ സോങ്സ് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇവരോട് ഇത് ടേബിൾ സോങ് ആണെന്ന് പോലും പറയാറില്ല. ഒരു പാട്ട് കൂട്ടത്തോടെ ഞങ്ങൾ ഇങ്ങനെ പാടും. പാടി കുറേ ദിവസം ഇത് പാടി പഠിച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നീട് ഇവരോട് ഇത് ടേബിൾ സോങ് ആണ്, ആ ഒരു പാട്ട് വെച്ചിട്ട് നിങ്ങൾ ടേബിൾ എഴുതാമെന്ന് പറയുന്നത്. ഇതൊരു സാധാരണ ഒരു മെത്തേഡാണ്. രണ്ടാമത് 1 തൊട്ട് 5 വരെയുള്ള ടേബിൾസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ 1ൻ്റെ ടേബിൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കുട്ടികൾക്കറിയാം. 2ൻ്റെ ടേബിൾസ് നമ്മൾ അഡീഷണലിന് കിട്ടും. ഉദാഹരണത്തിന് 2 + 2 എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികൾക്കും അറിയാം. 3 + 3 ഇപ്പോൾ മോനെ പറയാൻ പറ്റുമോ? 3 + 3 എത്രയാണ്? 3 + 3? 3 + 3 6. അതെല്ലാ കുട്ടികൾക്കും നാച്ചുറലായിട്ട് കിട്ടുന്നതാണത്. ഇപ്പം 5 + 5 എത്രയാണ് നമ്മളെ പറയും ഉറപ്പായിട്ടും. 5 + 5 10. ഇത് ഈ നാച്ചുറലായിട്ട് വരുന്ന കാര്യമാണ്. ഈ 2ൻ്റെ ടേബിൾസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 2 ടൈംസ് 1 എന്ന് പറഞ്ഞാൽ 1 + 1 ആണ്. 2 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 2 + 2 ആണ്. 2 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 3 + 3 ആണ്. അപ്പം ഇങ്ങനെ ആ സംഭവത്തെ, ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ ലഘൂകരിക്കാനുള്ള മെത്തേഡ് ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരതിനെ എൻജോയ് ചെയ്യാൻ, ഇവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3യുടെ ടേബിൾ ആണെങ്കിൽ നമുക്കത് എഴുതി ചാർട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ക്വയർ, അപ്പോൾ നമ്മൾ എഴുതി കാണിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമ്മൾ അത് എഴുതി കാണിക്കുന്നില്ല. ഒരു 3x3 സ്ക്വയർ വച്ചിട്ട് അടിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്ര എഴുതിച്ചു കഴിഞ്ഞാൽ ടേബിൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. 3ൻ്റെ ആദ്യം 1, 2, 3 എഴുതിയല്ലോ. അപ്പോൾ 3, 6, 9 ഇവിടെ വരുന്നത്. രണ്ടാമത്തേൻ്റെ താഴെ ഓരോ 1 ഇട്ട് കൊടുക്കുക. 1, 1, 1. താഴത്തെ റോയിൽ 2, 2, 2 ടേബിളായി. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ ആക്ടിവിറ്റി കൊടുത്തി കുട്ടികളെ ഈ ടേബിൾസുമായിട്ട് ഒന്ന് അടുപ്പിക്കുക. ഇത് ഭയങ്കര, എനിക്ക് 3ൻ്റെ ടേബിൾ അറിയാം, ഇങ്ങനെ എഴുതാം. അവരിപ്പോൾ കിട്ടിയാലും അവരെന്ത് ചെയ്യും, ഡ്രോ ചെയ്ത് സ്ക്രിബിൾ ചെയ്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ ടേബിൾസും, അപ്പോൾ 10 വരെയുള്ള ടേബിൾസ് നമുക്കിങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ഒരു വലിയ. ഇനി 6 തൊട്ട് ഇപ്പം 9 വരെയുള്ള ടേബിൾസാണ് കുറച്ച് പ്രയാസമുള്ളത്. 9ൻ്റെ ടേബിൾ ഇപ്പോൾ എല്ലാവരും തന്നെ മിക്കവർക്കും അറിയാൻ തോന്നുന്നു, യൂട്യൂബിലൊക്കെ ധാരാളം ഉണ്ടാവും. ഇപ്പം 1 9s are, ഈ 9 അങ്ങോട്ട് ഒരു ഫിംഗർ ഹോൾഡ് ചെയ്യുക, ബാക്കിയുള്ള ഫിംഗർ കൗണ്ട് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8 9. 2 9s are. ഈ മടക്കിയ ഫിംഗറിന് മുന്നിൽ വരുന്നത് 10 ആണ്. 10 11 12 13 14 15 16 17 18. 2 9s are. 3 9s are. 10 20. പിന്നെ ഇവിടെ എത്രയുണ്ട്? 7 27. 4 9s are. 30 ഇവിടെ ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ടേബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ആ കുട്ടികൾക്ക് ആ സബ്ജക്റ്റിൽ ടേബിൾസിൽ താല്പര്യം ഉണ്ടാവണം. ആ താല്പര്യം ഉണ്ടായെങ്കിൽ മാത്രമേ പിന്നീട് കുട്ടികൾ അത് പഠിക്കാനായിട്ട് മെനക്കെടുള്ളൂ. ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ പഠിക്കാനായിട്ട്. ഇങ്ങനെ 9 ടേബിൾസും പല രീതിയിൽ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവരെ ചാടിക്കറി ടേബിൾസ് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇവർക്കൊരു പക്ഷേ അമ്മ അച്ഛനമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് അറിയാം എന്ന് പറഞ്ഞായിരിക്കും വിടുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ഇവർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഒരു 4 9s are എത്രയായിരിക്കും, 3 9s are, ആകെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കും. അതുണ്ടാവരുത്. അതില്ലാതെ അവർക്ക് കേട്ടാൽ ഇങ്ങനെ പെട്ടെന്ന് അതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സ്കില്ല്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൻ്റെ അടുത്ത് വന്നാലും ഞാൻ അവനോട് അതാ പറയണേ, നിനക്ക് 7 9s എത്രയാ, ഒന്ന് തലച്ചോറ് ഞാൻ പറയും, മോനെ ഇവിടെയല്ല നീ പോകേണ്ടത്, നീ പുറകോട്ട് പോകണം. പുറകോട്ട് പോയിട്ട് അതെല്ലാം കൂടെ ഒന്ന് ശരിക്കും പെർഫെക്റ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാമോ, 100ൻ്റെ പട്ടിക ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാമെന്ന് പറയും. 1 തൊട്ട് 100 വരെയുള്ള പട്ടിക ഞാൻ ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു തരാം. പക്ഷെ എനിക്ക് വേണ്ടത് എന്താണ്, 1 തൊട്ട് ഒരു 9 വരെയുള്ള ടേബിൾസ് നന്നായിട്ട് പഠിച്ചിരിക്കും. കാണാൻ പഠിക്കണം എന്ന് ഞാൻ പറയാറില്ല, അതിന് മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ഉത്തരം കിട്ടിയിരിക്കണം. അതിന് ഞാൻ പല മെത്തേഡുകൾ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പല മെത്തേഡുകൾ, രസകരമായിട്ടുള്ള കുട്ടികൾക്കുള്ള ഗെയിംസിലൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ടേബിൾസ് ഒക്കെ പഠിപ്പിക്കും. ഞാൻ ക്രിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്തേക്കുക. ഞാനാണ് 100ഓളം ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ വന്നിരുന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈ ആമ്പിളർക്ക് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ 4 + 3 7, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും അവന് 4ഉം 6ഉം ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവനെന്ത് ചെയ്യും, 6 അടിക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യും.
അപ്പോൾ അങ്ങനെ ഭയങ്കര രസിച്ച് അതിനിടയ്ക്ക് ഇവരുടെ പേരൊക്കെ അനൗൺസ് ചെയ്ത് ഇപ്പം മോൻ്റെ പേരെന്താ ഇപ്പം മോയുടെ പേര് ഇതൾ ഇസ് ബാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതളിൻ്റെ പേരൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതളാകെ ഒന്ന് ഹാപ്പി ആവില്ല. അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ ആരാണ് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനൊക്കെ വന്നിരിക്കുന്നത്, സഞ്ജു സാംസണും അവരൊക്കെയാണ്. അപ്പോൾ അവരുടെ കൂടെ ഇവരെയും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മാത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ്. ഇങ്ങനെ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ടേബിൾ ടെന്നീസിനെ മാത്സാക്കി മാറ്റി, അതുപോലെ തന്നെ ക്രിക്കറ്റിനെ മാത്സാക്കി മാറ്റി, പിന്നെ സ്കിപ്പിങ് അതുപോലും ഗെയിമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം അരിത്മെറ്റിക് തയ്യാറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇതിൽ നിന്ന് കുട്ടികളുടെ ഇൻട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നമ്മളിവരെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. എവിടെ മാത്സ് ഉണ്ട്, ഇപ്പം സരണിയുടെ എനിക്കറിയാം, സരണിക്ക് എവിടെ മാത്സ് എന്ന് കേട്ടാലും സരണി ഒന്ന് ശ്രദ്ധിക്കുന്ന ആളാണ്. അതേസമയം അത് ഇഷ്ടമില്ലാത്ത ഒരാൾ ഉടനെ വിട്ടുപോകും. അതാണ് വിഷയം. അപ്പം ആ ഒരു താല്പര്യം നമ്മൾ കുട്ടികളിൽ, അതാണ് നമ്മൾ ആദ്യം ഒരു അധ്യാപകൻ്റെ ഫസ്റ്റ് പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയല്ല, ആ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ താല്പര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ സക്സീഡ് ആയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. കുട്ടികൾ എനിക്കിപ്പോൾ 10-30ഓളം റെക്കോർഡുകൾ എനിക്കുണ്ട്. വേൾഡ് റെക്കോർഡും ഇന്ത്യ ബുക്ക്, ഏഷ്യ ബുക്ക് റെക്കോർഡ്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് കിട്ടുന്നത്. എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ ആ കുട്ടികളെ അതിന് പ്രാപ്തരാക്കി എടുക്കുക ചെയ്യണം. അപ്പോൾ അവരെ ആദ്യം ഞാൻ പറഞ്ഞു ഈ മെതഡിലിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം ഈ കുട്ടികളെ നമുക്ക് ഈ 100 വരെയുള്ള എല്ലാവർക്കും ഗുണകരമായിരിക്കട്ടെ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഇവരെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്, ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയാണ് 1 തൊട്ട് 100 വരെയുള്ള ടേബിൾസ് പഠിക്കാൻ പറ്റുകയെന്ന്. നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ടേബിളിൻ്റെ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ റെഡിയാണോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 100 വരെയുള്ള ടേബിൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെ നിങ്ങൾക്ക് അറിയാവുന്ന 1 തൊട്ട് 5 വരെയുള്ള ടേബിളൊക്കെ ഒരു ഇത് അറിയാം അല്ലേ? ബാക്കിയുള്ള ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അത് ആരുടെയും കുറ്റമല്ല. അപ്പം നമുക്ക് നോക്കാം. ഒരു 2 സംഖ്യയെന്ന് കിട്ടി ആദ്യം നമ്മൾ ഉപയോഗിക്കണം. അതിനെ ഒരുമിച്ച് ഇടുക എന്നാണ് പറയുന്നത്. ഒരു കമ്പൈനിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മുടെ മെത്തേഡിൽ വിമാറ്റെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. വേദിക് മാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ എൻ്റെ ആ ഇതിൽ വന്ന ആ സ്റ്റൈലാണ് ഞാൻ സ്വീകരിച്ചേക്കുന്നത്. ഞാൻ കുട്ടികളായിട്ട് ഒത്തിരി അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു 16 വയസ്സൊക്കെ കഴിഞ്ഞപ്പം ബാലവേദിയുടെ ഓർഗനൈസറൊക്കെ ആയിട്ട് ശാസ്ത്രാദ്യ പരിഷത്തിൻ്റെ ആ രീതിയിലൊക്കെ ഇങ്ങനെ പഠിച്ച് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം അല്ലേ. 2 നമ്പേഴ്സ് എന്ന് പറയാം, കമ്പൈൻ ചെയ്യാന്ന് പറയും. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സംഖ്യ തരികയാണ്, 6 and 5. ഞാൻ എന്താ തരുന്നത്? 6ഉം 5ഉം. അപ്പം നിങ്ങൾ നോക്കണ്ടേ ഈ രണ്ടാമത്തെ സംഖ്യയിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണേ. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്ര ഡിജിറ്റ്, 0 തൊട്ട് 9 വരെയുള്ള സംഖ്യകളെ നമ്മൾ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം 6, 5 അത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആൻസർ 65 എന്ന് പറയും. 7 and 2 ആണ്, എത്രയായിട്ട് വരും? 7, 2. അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? 70ഉം 7ഉം 2ഉം. അപ്പോൾ 7 ആദ്യം നമ്മൾ വരുന്നു, 2 രണ്ടാമത് വരുന്നു. അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. 72. 8ഉം 1ഉം കൂടെ എങ്ങനെ ആയിരിക്കും? 81. അതാണ് ആദ്യത്തെ ഒരു കേസ്. 2 സംഖ്യകൾ വരും, 6, 5, 65. 8, നമ്മളത് മാത്രം നോക്കിയാൽ മതി. 8 ഇതിനാണ് കമ്പൈനിങ് എന്ന് പറയുന്നത്. ഈ കമ്പൈനിങ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾസ് 100 വരെയുള്ളത് പഠിക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. അപ്പം അതിന് രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്. ഈ കമ്പൈനിങ്ങിൽ 2 കേസുള്ള ഓർത്തോണേ. ഇപ്പം 15, 5, 155. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ സംഖ്യയിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 15, 5. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ട്. ഇപ്പം ഇത് കേട്ടിരിക്കുന്ന ആൾക്കാരിൽ ഓഡിറ്ററി ലേണേഴ്സ് പെട്ടെന്ന് പിടിക്കും, മറ്റുള്ളവരൊന്ന് പ്രയാസപ്പെടും എഴുതി കാണുന്നവർക്ക്. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ്, വിഷ്വൽ ലേണേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കും എഴുതി കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ 16 and 5 എത്രയായിരിക്കും ആൻസർ? 16,5. അതെങ്ങനെയായിരിക്കും? 165. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് കമ്പൈനിങ് എന്ന് പറയുന്നത്. ഈ കമ്പൈനിങ് വെച്ചിട്ട് നമുക്ക് 33 into 5 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 33 into 5. ആദ്യം എന്ത് ചെയ്യുക? എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരിക്കലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകരുത്. ഇതിന് കാരണം നമ്മുടെ ബ്രെയിൻ നാച്ചുറലായിട്ട് ചിന്തിക്കുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. നമ്മൾ വായിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, എഴുതുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പം മെൻ്റൽ മാത്സിൽ സ്പീഡാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് പ്രോസസ്സാണ് ഏറ്റവും ഉചിതം. അപ്പം നമ്മൾ 33 into 5 ഒന്ന് നോക്കിക്കൊള്ളുക. 3 5s are 15. ആദ്യത്തെ സംഖ്യ കിട്ടിയല്ലോ, അവിടെ സൂക്ഷിച്ചു വയ്ക്കുക. 3 5s are 15. 15 2 സംഖ്യ കിട്ടി. ഇനി 15 ഈ 15 കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ മതിയോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 രണ്ടാമത്തെ സംഖ്യയുടെ ആദ്യത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ 1,
അതങ്ങ് കൂട്ടുക. 15 + 1 16. ആ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 5. 165. ഓ 30 33 × 5. 15. 33 × 5 5. 15. 15 അത് കമ്പൈൻ ചെയ്യുന്നു 165. ഒറ്റ മിനിറ്റ് ചേച്ചി ഒരു പേപ്പർ പേന എടുത്ത്. നിങ്ങളാ പറയേണ്ടവർ, നിങ്ങൾ പറയണം. ഞാനല്ല. Okay. മനസ്സിലായോ? ഇവർക്ക് ഞാൻ പിന്നെ വിഷ്വലി എന്താ പറയാ എന്നെ പോലെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാനത് കാണിച്ചു കാണിച്ചിരുന്നു. സാറിപ്പോൾ പറഞ്ഞത് എനിക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മുടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ സാർ എന്നോട് പറഞ്ഞത് 33 പട്ടിക എഴുതിക്കോളൂ ആദ്യം. 33 × 5 ആണ് സാർ 5 പറഞ്ഞത്. അപ്പൊ അതില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 ഉം 5 ഉം കൂടെ ഗുണിക്കുക. അത് എഴുതണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. മനസ്സിൽ പറയുക അല്ല, ഇപ്പൊ നമ്മൾ ആദ്യം ഒന്ന് എഴുതി പറയാം. 15 അതിനുശേഷം ഈ 3 ഉം 5 ഉം കൂടെ അല്ലേ 15. എന്നിട്ട് ഈ 15ന്റെ കൂടെ ഈ 1 കൂട്ടുക 16. ലാസ്റ്റ് ഡിജിറ്റ് അതുപോലെ എഴുതുക 5. 160. ഇത്രയാണ് ആൻസർ. ഇനി 33 × 6 ഒന്ന് എഴുതി നോക്കിയേ. 33 × 6. 33 × 6 അല്ലേ? 6 × 18 6 × 18 18 1 19 198. അത്രേ ഉള്ളൂ. നിങ്ങളോടാ ഇത്രേ ഉള്ളൂ സംഭവം. പിള്ളേരോട് തന്നെ ചോദിച്ചു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേർക്ക് മനസ്സിലായി. 3യുടെ ടേബിൾ പഠിച്ചിട്ടുണ്ടോ? ഏതാ അറിയാവുന്നേ? നന്നായിട്ട് അറിയാവുന്ന ഒരു ടേബിൾ പറഞ്ഞേ. 3 ആണോ 2 ആണോ? 3. അപ്പൊ നമുക്ക് 33 × 1 നോക്കാം. 33 × 1 എന്ന് പറഞ്ഞാൽ 3 1s are 3. 3 1s are 3. ആൻസർ എത്രയാ? 33. 33 × 2 എന്ന് പറഞ്ഞേ. 6. ഒരു സംഖ്യ വേണമല്ലോ. 6. അപ്പൊ ആൻസർ എത്രയാണ്? 66. 33 2s are 66. 33 3s are 9. പറഞ്ഞോളൂ. 99. നീ പറ. 33 4s are. പറയുന്നില്ലേ? എന്നോട് ചോദിച്ചില്ലെന്നാണോ? പിണങ്ങിയിരിക്കണോ? ചോദിച്ചോളാം. അവനോട് ഞാൻ 55 ചോദിക്കും. 55. ഓക്കെ, കുറച്ചുകൂടെ വലിയ ആളാണെന്ന്. വലിയ ആളാണ്. ഓക്കെ. 33 × 5. 3 5s are 15. 3 5s are 15. അപ്പൊ എന്താ ചെയ്യണ്ടേ? 15 + 1 16. ലാസ്റ്റ് ഡിജിറ്റ് 5. വാട്ട് ഇസ് ആൻസർ? 165. ഇനി എന്തിനാ നമ്മൾ കാണാൻ പഠിക്കണേ? ഇനി എന്തിനാ കാണാൻ പഠിക്കണേ? ശരി, നമുക്ക് 4ാം ക്ലാസ്സുകാരല്ലേ ചോദിച്ചോ. കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ് ആണല്ലോ. ഓക്കെ, 55 ones ആ നമുക്ക് ട്രൈ ചെയ്യാം. അവൻ കേട്ടിരിക്കുകയായിരുന്നു, ഒരുപക്ഷെ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. 55 ones are 55. 55 2s are ട്രൈ ചെയ്യാമോ? 5 2s are 10. 10 + 1 11. 110. That's it. ഞാൻ അതിന് മുന്നേ കണ്ടു. ഇത് മാത്രമാണ്. ഇനി ഇത് ഒന്നും ചെയ്യണ്ട. വീട്ടിൽ പോയിട്ട് ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. സാറ് ഇപ്പൊ അവർക്ക് രണ്ടുപേർക്ക് കൊച്ചു പിള്ളേരാ. ഞാൻ ശരി പ്രായത്തിൽ മൂത്താണെങ്കിലും മനസ്സ് അവരുടേതാണ്. പിന്നെ പ്രശ്നമില്ല. ഞാൻ ഒരു 9ന്റെ ചോദിക്കാവോ? 9ന്റെ മോഹം കൊണ്ടാ പറഞ്ഞു. 9ന്റെ 99 × 3. 99 എഴുതരുത്. എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളു, എഴുതരുത്. 99 × 3 93 27 93 27 27 ഹാഫ് വെച്ചിട്ടല്ലേ? 27ന്റെ കൂടെ 2 കൂട്ടുക. അതൊക്കെ അല്ല, ഞാൻ പറഞ്ഞ ഹാഫ് അങ്ങനെയല്ലേ നോക്കണ്ടേ? 27 കഴിഞ്ഞതിന് ശേഷം കോമ അല്ല, അങ്ങനെയല്ലേ മൈൻഡ് സെറ്റ് ആക്കണ്ടേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 27. ഓക്കെ. അപ്പൊ 27 2 29 297 അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, 99 × 4 നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, 4 നിങ്ങൾ ട്രൈ ചെയ്യും, ഞാൻ ഒറ്റയ്ക്കല്ല. ഓക്കെ, 99 94 36 94 36 64 40 406. 36 396. കൂട്ടിപ്പോ ഒന്നുകൂടി ബ്രേക്ക് എടുത്തിട്ടല്ല. അത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. എന്നെ പോലെ ഓവർ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ കൊണ്ട് ഈ പഞ്ചായത്തിൽ. 99 × 6. 6 96 54 96 54 54 5 59 594.
അത്രേ ഉള്ളൂ. ഇത് എത്ര നമ്മൾ പ്രാക്ടീസ് എത്ര സെക്കൻഡ് എടുക്കും? അത് കാണാതെ പഠിച്ചാൽ ഇത്രയും പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ച് പക്ഷെ നമ്മള് 1 തൊട്ട് 9 വരെയുള്ള നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പക്ഷെ അതിനും ട്രിക്ക് ഉണ്ട്. ആക്ച്വലി അതിനും ട്രിക്ക് ഉണ്ട്. അതിനാണ് മൊത്തം രസകരമായ കുഞ്ഞു കുട്ടികൾക്കുള്ള ട്രിക്ക്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ടേബിൾ പട്ടിക ഫുള്ള് കാണാപ്പാടം അറിയാം. അതിന്റെ ഒരു അഹങ്കാരത്തിലാണ് ഇത് കാണിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. മിണ്ടാണ്ടിരുന്ന അവരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ ഇത് 9 നമ്മൾ 5 വാസ്തവത്തിൽ 5 വരെയുള്ള ടേബിൾസ് പഠിച്ചാൽ മതി. ബാക്കിയുള്ള നമുക്ക് അതിൽ 1, 2 നമുക്ക് പഠിക്കാൻ വേണ്ട. ഒരു 3 ടേബിൾസ് മാത്രം പഠിച്ചാൽ 1, 2 നമുക്കറിയാം. 3, 4, 5 പഠിച്ചാൽ മതി. 5 എളുപ്പമാണ്. 5ന്റെ ഒരു എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ 5ന്റെ 6 × 5 6 30 അറിയില്ലാന്ന് വെച്ചോളാം. 6ന്റെ പകുതി എത്രയാ? 3. അപ്പൊ 6 ഒരു ഈവൻ നമ്പർ അല്ലേ? ഒരു 0 ചേർത്താൽ മതി. 6ന്റെ പകുതി എടുത്തൊരു 0 ചേർത്താൽ മതി. 30. 8, 5 8ന്റെ പകുതി എത്രയാ? 40. ഓ, 5ന്റെ ടേബിൾ അങ്ങനെയാണല്ലേ? 5ന്റെ ടേബിൾ അങ്ങനെ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ 5ന്റെ ടേബിള്. അതായത് ഒരു സംഖ്യ ഇപ്പം നമ്മൾക്ക് 6, 5 കണ്ടുപിടിക്കേണ്ടത്. 6ന്റെ പകുതി 3 ഒരു ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അതിന്റെ കൂടെ ഒരു 0 കൂടെ ചേർത്താൽ അതേസമയം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്കിപ്പം 3ന്റെ പകുതി 1.5 എന്ന് വരില്ലേ? നമുക്ക് 1.5 വേണ്ട, 1 മതി. 1 എടുക്കുക, എന്നിട്ട് ഒരു 5 കൊടുക്കുക. അവിടെ ഈ ഓഡ് സംഖ്യ ആയതുകൊണ്ട് 5 കൊടുക്കുക. അപ്പൊ ഓടാണെങ്കിൽ 5 കൊടുക്കുക, ഈവൻ ആണെങ്കിൽ 0 കൊടുക്കുക. അപ്പൊ ഞാൻ പറയാം 5 × 5 ആണെങ്കിൽ 5ന്റെ പകുതി 2.5. 2 എടുക്കുക. 2.5 2 എടുക്കുക, അവിടെ 5 കൊടുക്കുക. 25. 9ന്റെ 9 5 സാർ. 9ന്റെ പകുതി 4.5. 4.5 എന്ന് പറയുന്നത് 45. 45. അത്ര എന്താ നമ്മൾ കാണാൻ പഠിപ്പിക്കുന്നത്? സത്യം നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാച്ചിക്ക് മനസ്സിലായോ? അയ്യോ, കുഞ്ഞാച്ചിന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ. ഇതെല്ലാം മനസ്സിലായോ? എന്നെ മനസ്സിലായേ? അത് എന്നോട് എന്ന് പറഞ്ഞാ 7 × 5 35. എങ്ങനെയാ കണ്ടുപിടിച്ചേ? നമ്മുടെ ഈ ട്രിക്കാണോ? അല്ല, അത് ഓർത്ത് പറഞ്ഞു. ഒറ്റ സംഖ്യ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച ട്രിക്കിലാണോന്ന്? അല്ല, നിങ്ങൾ പഠിച്ചതാണോ? അല്ല, കാണാണ്ട് പറയുമ്പോ അറിയാം. മനസ്സിലാക്കിയിട്ടുണ്ടെ പെട്ടെന്ന് ചെയ്തേനെ. ഈ പകുതി എന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാണുന്ന കുട്ടികളുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. പക്ഷെ അതായത് ഒരു സംഖ്യയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈവൻ സംഖ്യ, ഈവനും ഓഡ് സംഖ്യയുണ്ട്. അത് 2, 4, 6, 8, 10 ഇതാണ് ഈവൻ സംഖ്യകൾ. അങ്ങനെ കണ്ടിന്യൂസ് വരുന്നതാണ്. ഓഡ് എന്ന് പറയുന്നത് 1, 3, 5, 7 അങ്ങനെ പോകുന്ന സംഖ്യ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാഫ് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ 1.5 1 എടുത്താൽ മതി. 5 എന്ന് പറയുമ്പോൾ 2.5 എടുത്താൽ മതി. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ മതി. 5ന്റെ ഗുണപ്പട്ടികയ്ക്കാണ് ഈ ഇതുള്ളത് അല്ലേ? ഇനി ഇത് ചെറിയൊരു സംഖ്യ അല്ലേ? ഇനി ഇതിന് തമാശ എന്ന് പറയാൻ ഒത്തിരി ഉണ്ട്. 666 × 5. ഞാൻ പോണു. ഈ സംഖ്യയുടെ എല്ലാം പകുതി എടുക്കുക. 600 എഴുതണ്ട, നമുക്ക് സംഖ്യ പേടിപ്പിച്ചാണ്. ഒന്നുമില്ല. അല്ല, സംഖ്യ കണ്ണിൽ വന്നിട്ടില്ല. നമുക്ക് ആ പേന തൊടാൻ നമുക്ക് നോക്കാം. 66 × 5. 6ന്റെ പകുതി എത്രയാ? 6ന്റെ പകുതി എത്രയാ? 3. അടുത്ത 6ന്റെ പകുതി എത്രയാ? 3. അടുത്ത 6ന്റെ പകുതി 3. ഒരു 0 ഇട്ടാ മതി. 3300 രൂപ. ഇനി 880. ഞാൻ ഈസി ആയിട്ട് കുറിച്ച് നോക്കി. 888 × 5 എത്രയാ? 888 4 0. ഓ, വേറെ കൂട്ടാൻ പോകണ്ടല്ലോ അല്ലേ? ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ആദ്യം കുട്ടികളെ അങ്ങനെയാണെങ്കിൽ ഇപ്പം 999 അവിടെ നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് കുട്ടികളെ ഇങ്ങനെയുള്ള ഇതൊക്കെ ട്രിക്സ് പഠിപ്പിക്കുക. ആദ്യം ടേബിൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ ഇവർ വീട്ടിൽ പോയി ഇങ്ങനെ ആൾക്കാർ ചെയ്ത് കാണിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അച്ഛനും അമ്മയൊക്കെ കണ്ടോ ഇതൊന്നും ചെയ്യാൻ ചലഞ്ച് ചെയ്യും. ഇന്നത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊടുത്തു കഴിയുമ്പോൾ ഒട്ടനെ LKG പഠിക്കുന്ന അല്ല UKG പഠിക്കുന്ന പിള്ളേരെ പോലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെ പഠിപ്പിക്കുക. ഇവർ പഠിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഇത് ഇതിന്റെ മെയിൻ തീമേ അല്ല ഇത്തരത്തിലുള്ള ട്രിക്കുകൾ. പക്ഷെ ഞാൻ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് നമ്പേഴ്സിനോടുള്ള കൂട്ടുക. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ അച്ഛനും അമ്മയുടെ അടുത്തോട്ട് ഓടും. എന്നിട്ട് ഞാൻ ആൻസർ ദിസ് മെന്റലി അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ട്രൈ ചെയ്യില്ല. ഈ ട്രിക്ക് അറിയില്ലെങ്കിൽ ട്രൈ ചെയ്യില്ല. ഉടനെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതം. ഇതിനും പൃഥ്വിക്കും ഇങ്ങനെ മനക്കണക്ക് പറയാൻ ഇഷ്ടപ്പെട്ടോ? ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കുന്നതിനേക്കാളും
ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇതാണോ കൂടുതൽ ഇഷ്ടമായത്? അങ്ങനെയാണെങ്കിൽ സാർ നല്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്, ജോയിൻ ചെയ്യിച്ചേക്കാം. എൻ്റെ കോഡ് ഇട്ടാൽ മതി, ഫ്രീ ആയിരിക്കത്തില്ല, ഫുള്ള് പൈസ കൊടുക്കേണ്ടി വരും. ഇത് സാറിനൊരു ബിസിനസ് മാത്രമല്ല, മനസ്സിലായോ? ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇതളാണെങ്കിലും പൃഥ്വിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യാനും ഒരുങ്ങി നടക്കാനായിരിക്കും. അതുപോലെ ഇഷ്ടമുള്ള സാറിന് മാത്സ്. സാർ അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? സാർ സെറ്റല്ലേ? അപ്പം ഇപ്പം നമ്മളിവിടെ ഇവരെ സാറ് ഡെമോ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. എന്താണെങ്കിലും സാർ ഇവരുമായിട്ടൊരു ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സാറിന് താങ്ക് യു പറ. സ്കൂളിൽ ചെന്നിട്ട് എല്ലാവരും പറയോ? പറയത്തില്ലേ? പ്രമോഷൻ കൊടുക്കണം. പ്രമോഷൻ അല്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യും, മറ്റുള്ളവർ വരുമോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം താങ്ക് യു. താങ്ക് യു.